ഓക്കെ. ഓം സകൃഭ്യോ നമഃ. കാമക്രോധാദിഖിലദോഷമവാസ്യ രാമനാമാക്ഷരാമൃതഗണൈ ഹൃദയം നിഷിഞ്ജൻ സ്വാദനുഗ്രഹപഥേന ദിവ്യേശ തം നീലകണ്ഠവിപാദം സ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ ഇതൈപുരചേതസ അഹം ബ്രഹ്മേരി വേദാന്ത തത്വബോധസ്വരൂപിണി വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനി ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ നമഃ. പുണ്യാത്മാക്കളെ, ഇത്തവണ ശ്രീരാമനവമി ആഘോഷം ആഞ്ജനേയാശ്രമം ചെറുകാട് അത് 4ാമത്തെ വർഷത്തെ ആഘോഷമാണ്. ഇത്തവണ പ്രത്യേകിച്ച് ശ്രീരാമനവമി സമയത്ത് രഥയാത്രയും ആ രഥയാത്ര അവസാനിക്കുന്നതോടുകൂടി രാമായണ നവാഹം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ രാമായണ നവാഹത്തിന് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് അതിന് പ്രത്യേക ഭജനയും മറ്റുമെല്ലാം സംഘടിപ്പിച്ച് അത് കൂടി നടത്തുന്നതാണ്. വിശാലമായ ഒരു പരിപാടിയാണിത്. എന്തിനാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ രഥയാത്ര സംഘടിപ്പിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ശിവന്റെ അമ്പലത്തിൽ വിഷ്ണുവിൻ്റെ അമ്പലക്കാരൻ കമ്മിറ്റി പോവില്ല. രാമന്റെ അമ്പലത്തിൽ ഹനുമാന്റെ അമ്പലക്കാരൻ പോവില്ല. കാരണം കമ്മിറ്റി തമ്മിലുള്ള പിണക്കം, ജാതി തമ്മിലുള്ള പിണക്കം, ഭാഷ തമ്മിലുള്ള പിണക്കം, രാഷ്ട്രീയം കൊണ്ടുള്ള പിണക്കം ഇങ്ങനെ ഭിന്നിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ വിളിക്കാതെ തന്നെ ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും ദർശനത്തിനുള്ളതാണ് എന്നും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹിന്ദുവിന് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലൂടെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം എന്നും കൂടാതെ വൈദികമായ നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം തികച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കൂടെ സംസ്കാരം വീണ്ടെടുക്കുന്നതിന് സ്വാമിജി കണ്ട ഒരു മാർഗമാണ് രഥയാത്ര. രഥയാത്ര കേരളത്തിലും ഭാരതം മുഴുവനും രഥയാത്രകൾ നടത്തുന്നുണ്ട്. ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ എല്ലാ ഭാഗത്തും രഥം എത്തിയിരിക്കും. അത് ആ സാഹചര്യത്തിൽ അതൊരു സംസ്കാരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്തവണ ആഞ്ജനേയാശ്രമത്തിൻ്റെ 4ാമത് വാർഷികം നടത്തുമ്പോൾ രഥയാത്ര നടത്തുന്നുണ്ട്. ആ രഥയാത്രയുടെ ഉദ്ദേശം ഒന്ന്, രാമായണം, ഭാഗവതം, വേദങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഒക്കെ തന്നെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നതിന് ഒരാവശ്യം സ്വാമിജി തൃപ്പാദങ്ങൾ തന്നെ രഥയാത്രയിലൂടെ പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയുണ്ടായൊരു മെമ്മോറാണ്. അതിൽ അഖണ്ഡ ഭാരതം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊന്ന്, ഇന്ത്യയുടെ പേര് മാറ്റിയിട്ട് ഭാരതം എന്നാക്കണം എന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ വൈദിക സംസ്കാരം പഠിപ്പിക്കുന്നതിനും ക്ഷേത്രങ്ങളും ഹിന്ദു സ്ഥാപനങ്ങളും വളരെ ശക്തമായിട്ട് അത് പ്രവർത്തിക്കണമെന്നും അത് സംരക്ഷിച്ച് ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കണമെന്നുമുള്ള ആഗ്രഹം ആണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അതുകൊണ്ട് ഈ രഥയാത്രയ്ക്ക് എല്ലാവരും പങ്കെടുക്കണമെന്നും രഥയാത്രയിലൂടെ ഒരു ക്ഷേത്രവും മറ്റൊരു ക്ഷേത്രത്തിന് എതിരല്ലെന്നും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെ അറിയാം.
രണ്ട് കൂട്ടർ വഴക്കാണ്. ഒരാൾ പറയും ഇത് ശിവനാണ്, മറ്റേ ആൾ പറയും ഇത് വിഷ്ണുവാണ്. ശിവനും വിഷ്ണുവായിട്ടുള്ള തർക്കം, ദൈവങ്ങൾ തമ്മിലുള്ള തർക്കം, ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഇത് ഈ രീതി ഒന്നും പറഞ്ഞിട്ടില്ല. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുശ്ച ഹൃദയം ശിവ, തയോരൈക്യം പരബ്രഹ്മം. അങ്ങനെ ഇതിലെല്ലാത്തിലും എല്ലാം ഉണ്ട്. ഒന്നെല്ലാത്തിലും എല്ലാം ഒന്നിലും ആകുന്ന ആ ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളിലൂടെ നാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. ആ ബോധവൽക്കരണം ഇപ്പോഴത്തെ ഈ അറ്റംപ്റ്റിൽ വളരെ ചെറിയ അറ്റംപ്റ്റാണ് എങ്കിൽ പോലും നമ്മുടെ എവിടെയെല്ലാം നമുക്ക് പോകാൻ കഴിയുമോ അവിടെയൊക്കെ പോവുകയും പ്രചരിപ്പിക്കുകയും എല്ലാവിധ ആളുകളെയും ജാതി നാമ കുല ഗോത്ര ദൂരകം എന്ന് പറയുന്നത് പോലെ അതൊക്കെ ദൂരെ കളഞ്ഞിട്ട് ഹിന്ദു എന്നുള്ള പേരിൽ, ഭാരതീയൻ എന്നുള്ള പേരിൽ ഒരുമിച്ച് കൂടി അവൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വളർച്ചയുടെ അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാണ് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ. എല്ലാം സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലിക്കുന്ന ഒന്നാണ്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്നും നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് തന്നെ രഥയാത്രയിൽ ഒക്കെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ശാരീരികമായ അല്പ അസ്വസ്ഥ നിമിത്തം അതിന് കഴിയുന്നില്ല. എന്നാലും എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും ഭാരതത്തിൻ്റെ സംസ്കാരം ഉയരുവാനും ക്ഷേത്രങ്ങൾ അനാഥമാക്കി മാറ്റാതിരിക്കാനും ക്ഷേത്രത്തെ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളൊക്കെ തന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ച്